ശിവൻകുട്ടി തയ്യാറായി. ശരി, എന്നാൽ നമുക്ക് സംവാദത്തിന് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ വിള വഴി ഓടിയെന്നാണ് തിരുവനന്തപുരംകാർ ഇപ്പൊ പറയുന്നത്. എന്തിനാണ് ഈ പറയുന്ന പറ്റാത്ത പണി ചെയ്യുന്നത്? രാഷ്ട്രീയത്തിന്റെ ABCD അറിയത്തില്ല. ആകെയുള്ളത് കയ്യിൽ കുറെ പൈസയാണ്. അത് അമ്മായിയപ്പനെ തേച്ചുണ്ടാക്കിയ പൈസയും അത് വെച്ചിട്ട് കേരളത്തിലുള്ളവരെ തേക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. തിരുവനന്തപുരം എന്റെ നാടാ. അത് അവിടുത്തെ ഒരു രീതിയുണ്ട്. ആദ്യം ആൾക്കാർ പെട്ടെന്ന് അങ്ങ് അന്ധമായിട്ടങ്ങ് വിശ്വസിക്കും. കാരണം ആത്മാർത്ഥത കൂടിയൊരു നാടാണ്. അതുകൊണ്ട് വരുത്തന്മാർക്ക് എപ്പോഴും ഒരു 2 കട്ട കൂടുതൽ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് കട്ടയെടുത്ത് നെഞ്ചാമുടിയിലടിക്കും. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ, കേരളത്തിന്റെ അവസ്ഥ എന്താണ് BJPയുടെ എന്ന് കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, ഇതൊരു ധർമ്മയുദ്ധമാണ്. 1 രൂപ ആരുടെയൊന്നും ഞാൻ ഇതിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല. 1 രൂപ ഞാൻ ഒരു ടീമിന്റെ ഒന്നും മേടിച്ചിട്ടില്ല. പക്ഷെ എന്നെപ്പറ്റി പറയുന്നത് എന്താണ്, ഞാൻ പൈസ മേടിക്കാൻ വേണ്ടി ജഹാദിയുടെ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒന്നും ചെയ്തതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഇപ്പൊ പറയാണ്, ഇവന്മാരെ പൊട്ടിച്ച കേരളത്തിൽ ഞാൻ കിടത്തി മലത്തി തരും. പക്ഷെ എനിക്ക് അത് കഴിയുമ്പോൾ ഒരു കോഫിയും, ഒരു കോൾഡ് കോഫിയും, ഒരു ഡാർക്ക് ചോക്ലേറ്റും വേണം. അതെന്റെ കൈക്കൂലിയാണ്. ഞാൻ ഈ ചോക്ലേറ്റും കേക്കും ഞാൻ ആവശ്യപ്പെടും. എന്റെ ദക്ഷിണ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എന്റെ വരുമാനം എന്താണെന്ന്. എന്റെ ദക്ഷിണ എന്ന് പറയുന്നത് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിന് കൊടുക്കുന്ന വാല്യൂ എന്താണോ അതാണ്. പക്ഷെ ഇനി ഇതിപ്പോ ഞാൻ പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ടുണ്ട്. എന്റെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണം. ഇവന്മാരുടെ ഈ ഓഫറുകളും ബഹളങ്ങളും 197 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ, അതായത് ഇന്ത്യയുടെ കടം. അത് കേരളത്തിൽ വന്ന് പറയണത് എന്താണ്, 197 ലക്ഷം കോടി കടമുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രകടന പത്രിക കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ഓഫേഴ്സാണ്. ഈ ഓഫേഴ്സ് സാബുവും രാജീവും തുഷാർ വെള്ളാപ്പള്ളിയും 3 മുതലാളിമാരും കൂടെ ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളൊന്നും കേരളത്തിൽ വർക്കൗട്ട് ആവില്ല. കേരളത്തിൽ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യമാണ്, വേറൊരു ലോകമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായ ഒരു വൈബുള്ളത്. BJP ഓക്കെ ഫൈൻ, നമ്മൾ പലതിലും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ BJPയുടെ ഓഫേഴ്സ് ഒക്കെ എല്ലാം ശരിയായോ? ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ? പുലിയെ പിടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് 4 എലിയെ തൂക്കി കാണിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? എന്തൊക്കെ ഓഫേഴ്സാണ് തന്നത്? ഇപ്പൊ 2 ഗ്യാസ് കുറ്റി തരുമെന്ന് പറഞ്ഞല്ലേ, 2 ഗ്യാസ് കുറ്റി. ഇവിടെ 1 ഗ്യാസ് കുറ്റി പോലും തരാൻ പറ്റുന്നില്ല. സമയത്തിന് ആഹാരം കഴിക്കാതെ മനുഷ്യന്റെ വയറ്റിനകത്ത് ഗ്യാസ് കയറി ഗ്യാസും വിട്ട് നടക്കുന്ന അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത്. ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് ഭക്ഷണം ചോദിച്ചാൽ ഗ്യാസ് ഇല്ല സാറേ, ഗ്യാസ് ഇല്ല സ്വാമി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഈ അവസ്ഥയിലാണ് 2 കുറ്റി കൊടുക്കുന്നുണ്ട്. ഇവന്റെയൊക്കെ കവാലക്കുറ്റി നോക്കി 2 കൊടുക്കാൻ അവിടുത്തെ വോട്ടർമാർക്ക് കഴിവില്ലേ എന്നാണ് എനിക്കിപ്പോ ചോദിക്കാനുള്ളത്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇവന്മാർ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ തന്നെ FCRAയുടെ കാര്യം അതുകൂടെ നിങ്ങൾ ഓർത്തോളൂ. FCRAയുടെ കേസിൽ നരേന്ദ്രമോദിക്ക് ഒരു കാരണവശാലും ആ ബില്ലിനെ മാറ്റാൻ പറ്റില്ല. കാരണം ആ ബില്ല് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത്, അതിന്റെ പിറകിൽ വർക്ക് ചെയ്തത് സാഫ്രോൺ മാഫിയാണ്. ഓർത്തു വെച്ചോ പേര്, സാഫ്രോൺ മാഫിയ. FCRAയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? FCRA എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് പോകുന്നത് മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. മാവോയിസ്റ്റുകൾ ഒരിക്കലും ക്രിസ്ത്യാനികളെയും പള്ളിയിലച്ചന്മാരെയും കൊന്ന ചരിത്രം ഇല്ല. മാവോയിസ്റ്റുകൾ കൊന്നത് അത്രയും മിലിറ്ററിക്കാരെയും മറ്റുള്ള ആൾക്കാരെയും ഹിന്ദുക്കളെയാണ്. മാവോയിസ്റ്റുകളുടെ ഫണ്ട് സോഴ്സാണ് ഇവർ. ഇത് എന്തുകൊണ്ടാണ് FCRAയുടെ ഇതെന്ന് ഇവരാരും പറഞ്ഞിട്ടുണ്ട്? SBI ബാങ്ക് ഉണ്ട് സെൻട്രലില്, ഡൽഹി. ആ ബ്രാഞ്ച് വഴി മാത്രമേ ഇവരുടെ ക്രിയാവിക്രയങ്ങൾ നടത്താൻ പറ്റുള്ളൂ. പിടികിട്ടിയോ? അപ്പൊ ഈ ക്രിയാവിക്രയങ്ങൾ നടത്താൻ പറ്റാത്തതിന്റെ കിറുകിറുപ്പാണ്. ഇവരുടെ 4 ക്രിസ്ത്യൻ ബാങ്ക്സ് ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലും വർക്ക് ചെയ്യുന്നത്. ആ ബാങ്കുകളിൽ കംപ്ലീറ്റും ഇവരുടെ ഫണ്ട് ട്രാൻസാക്ഷൻ സബ് ഗ്രാൻഡ് വഴി പോകാൻ ഇവർക്ക് പറ്റില്ല. പിടികിട്ടിയതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും ആരും പറയില്ല. പറയണമെങ്കിൽ മറ്റേ സാധനത്തിന് ഇച്ചിരി ഉറപ്പുണ്ടാവണം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ സെൻട്രൽ ഏജൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും, പിടിപ്പിക്കും, ഇടിക്കും, പിന്നെ തീവ്രവാദി ജിഹാദി എന്നൊക്കെ പറഞ്ഞ് ഇത് ആരോടെയാണ് ഈ ഭീരുത്വ ജനതാ പാർട്ടി കേരളത്തിലെ ഇവന്മാർ ആരോടെ ഈ വെല്ലുവിളിക്കണേ? ഈ ഓൺലൈനിൽ കംപ്ലീറ്റ് എനിക്കെതിരെ ഇവന്മാര് കൂട്ടത്തോടൊന്ന് ഇത് മെഴുകുകയാണല്ലോ. നിങ്ങൾക്ക് നാണമുണ്ടോ? ഇവിടെ നട്ടലുണ്ടോ? നട്ടലുള്ളവന്മാരുടെ പ്രസ്ഥാനമായിരുന്നു അത്. ഇന്ന് നട്ടലില്ലാത്തവന്മാർ അതിനകത്ത് ചില്ലറയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്നാൽ യഥാർത്ഥ RSSകാരും BJPക്കാരും മാറി നിൽക്കുകയാണ്. ഇതൊന്നും വിടത്തില്ല. നിങ്ങൾ ആരെയും, ഒരു കള്ളന്മാരെയും ഒരു അധർമ്മികളെയും വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ FCRAയുടെ
ബില്ല് പാസ്സാക്കുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ അമിത്ഷാ പറഞ്ഞൊരു വാക്കുണ്ട്, 2026 മാർച്ച് 31 ഈ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം കൂടെ. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് നമ്മളെതിരല്ല, കാരണം ജീസസ് ക്രൈസ്റ്റിനെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ന് കരുതി ബിഷപ്പുമാരോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇവരെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പൊതുജന വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടോ? എന്റെ അറിവിൽ ഒരു കാപ്പിപ്പൊടി അച്ഛൻ മാത്രമേ കണ്ടോ സംസാരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ആരും സംസാരിക്കാറില്ല. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. ഇപ്പൊ ഇവരുടെ ഫണ്ട് വിഷയം വന്നപ്പോ ഇവർ വന്നു, എത്രയോ വിഷയങ്ങൾ. അതുകൊണ്ടാണല്ലോ തോക്കുസ്വാമിക്ക് കേരളത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു സ്പേസ്. തോക്കുസ്വാമി അല്ലാതെ ഏതെങ്കിലും ഒരു ആത്മീയ തേങ്ങാക്കൊലമുള്ള ഒരുത്തൻ ഇവിടെ സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കില്ല. കാരണം ഓർക്കൂ, സമൂഹം എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെ ശരീരമാണ്. ആ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, സമൂഹത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരീരത്തിന്റെ രോഗം പോലെ തന്നെയാണ്. അപ്പൊ അതിനെ ദൂരീകരിക്കുക, അതിന് ചികിത്സ നൽകുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. എനിക്കെന്ന് നിങ്ങൾ ആരെങ്കിലും പൈസ തന്നിട്ടുണ്ടോ? നിങ്ങൾ ഇവിടെ എല്ലാവർക്കും കേരളത്തിലെ ആൾക്കാർ വാരിക്കോരി ഓരോ നേതാക്കന്മാർക്ക് പൈസ കൊടുക്കുന്നുണ്ടല്ലോ, ഒരു ഗുണമില്ലാത്തവന്മാർക്ക്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? എത്ര റിസ്ക് എടുത്താ ഞാൻ ഈ കേരളത്തിൽ വന്ന് പോകുന്നത്? എത്ര രൂപയുടെ ചെലവാണ്? ആരെങ്കിലും എനിക്ക് 1 രൂപ തന്നിട്ട് സ്വാമി ഇത് വയ്ക്ക്, നമ്മുടെ നാട്ടിന് വേണ്ടി ഇതല്ലേ? ആരും തന്നിട്ടില്ലല്ലോ. ആരുടെയും പൈസ ഞാൻ പിടിച്ചു വാങ്ങിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഞാൻ സംസാരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ഒരു വലിയ ജനതയും ഒരു വലിയൊരു ശക്തി ഇവിടെയുണ്ട്. അപ്പൊ എന്നെ ആവശ്യമില്ലാതെ വിമർശിച്ചിട്ട് ഉണ്ടാക്കാൻ വരുമ്പോ ഓർക്കണം തിരിച്ചു കിട്ടാൻ പോകുന്ന ഭവിഷ്യത്ത്. അതുപോലെ തന്നെ ഞാൻ DGയുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. എന്നെ ഇവിടെ കൊന്നുകളയും മലത്തിക്കളയും എന്നൊക്കെയാണ് ഇവന്മാര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. BJPക്കാരുടെ ഭീഷണിയൊന്നും, ഇതിനും വലിയ ഭീഷണി കേരളത്തിലെ ജിഹാദികളുടെ ഭീഷണി നേരിട്ടവനാണ് ഞാൻ. അതിൽ നിന്നും വലുതൊന്നും ഈ ഡാന്ന് വിളിച്ച നിക്കറിലൂടെ അപ്പിയും മൂത്രം ഒരുപോലെ ഇടുന്ന ഈ വിരുദ്ധ ജനതാ പാർട്ടിക്കാരന്മാരുടെ ഭീഷണിയിലൊന്നും ഭദ്രാനന്ദ അനങ്ങില്ല. ഒരു കാര്യമുള്ളൂ, എനിക്ക് കേരള പോലീസിനോടൊന്നും മാത്രമേ പറയുള്ളൂ. എന്നെ ഭീഷണിപ്പെടുത്തുന്നവന്മാരുടെ നേതാക്കന്മാരുടെ വീട്ടിൽ ആചാര വെടി പൊട്ടിക്കാനുള്ള അവരുടെ തോക്കിൽ കരുതിക്കൊള്ളണം, ഇവന്മാരെന്തെങ്കിലും ഉണ്ടാക്കുമ്പോ. അത്രേ എനിക്ക് പറയുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ പോലീസിന്റെ അടുത്ത് ഞാൻ വേറൊന്നും പറയുന്നില്ല. കഷ്ടമാണ് കേരളത്തിന്റെ കാര്യം. പിന്നെ ഈ നരേന്ദ്രമോദി ഒരുതരം സാന്താക്ലോസിനെ പോലെ ആയി മാറിയതിൽ കഷ്ടമുണ്ട് കേട്ടോ. പുള്ളി ഒരു ടൂറിസ്റ്ററാ. പുള്ളിക്ക് ഇങ്ങനെ കേരളത്തിൽ വന്നിങ്ങനെ ഹായ് ഇങ്ങനെ രണ്ടിങ്ങനെ കൈ കഴിച്ച് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കൈ കാണിക്കുക അല്ലാതെ എന്തെങ്കിലും കാര്യം അദ്ദേഹം ചെയ്യണം. ഒരു കോമഡി ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹത്തിന് ആകെ 2-3 മലയാളം എഴുതിക്കുന്നത് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്നാണോ വിചാരിക്കുന്നത്? പുള്ളി ഇങ്ങനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുള്ളിനെ കോമഡിയാക്കുകയാണ്. പുള്ളി ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാര് പുള്ളിയുടെ കൂടുതൽ, അതായത് ഒരു സാധനം കൂടെ കാണിച്ചിടാം. ഭദ്രാനന്ദ FIR സാധനങ്ങൾ തെളിവെല്ലാം വെച്ചിട്ടാ സംസാരിക്കണേ. കണ്ടോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 100ഓളം പേരുടെ മരണത്തിന് ഉത്തരവാദിയായ ഒരു ക്രിമിനലിനെ പിടിച്ച് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കി വെച്ചു. അവന്റെ വിവരങ്ങൾ ഞാൻ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്. അവന്റെ എല്ലാ FIR 2 FIRൽ ഒന്ന് മറച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഒരു FIRന്റെ കോപ്പിയാണ്. ഹരിയാന ഗവൺമെന്റ് BJPക്കാരെടുത്ത സാധനം. ഇങ്ങനെ എല്ലാത്തിന്റെ സാധനങ്ങൾ വിത്ത് ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ശുദ്ധരക്തമായിരുന്നു BJP. ആ ശുദ്ധരക്തത്തിൽ അശുദ്ധ രക്തം കയറി പോവുകയാണ്. അപ്പൊ അതിനെ തടയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തന്തയ്ക്ക് പുറന്ന BJP RSSകാർ മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. പക്ഷെ അതിൽ നമ്പറിൽ കുറവാണവര്. തന്തയ്ക്ക് പറഞ്ഞവർക്ക് മാത്രമേ എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുള്ളൂ. തന്ത ഇല്ലാത്തവന്മാർ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, മറ്റവന്മാരുടെ കൂടെ പോകും. അതിനെന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും പറഞ്ഞ സംഘവിരോധി. ആ സംഘവിരോധി, ഞാൻ ബലാത്സംഗ വിരോധിയാണ്, ഞാൻ സംഘവിരോധിയല്ല. കാരണം ഞാനും ഒരു സ്വയംസേവന. അല്ലെ സംഘമാണോ ബലാത്സംഗമാണോ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ആൾക്കാർക്ക് വേണം. അപ്പൊ ജയ് ഹിന്ദ് രാഷ്ട്ര. കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. ഒരുപാട് പേരുടെ മെസ്സേജ്, അറിവുകൾ, വിവരങ്ങൾ തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് എന്റെ ഊർജം, എന്റെ ശക്തി. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്തായിരുന്നാലും we need to do something. ഓക്കെ, അതുപോലെ PR വിചാരിച്ചാലൊന്നും ഈ മലവെള്ള പാച്ചിലിനെ ബണ്ട് കെട്ടി നിർത്താൻ ശ്രമിക്കരുത്. അതുപോലെയാണ് ഇവന്മാരുടെ PR പരിപാടി. സോ അപ്പം see you soon guys. Bye bye.